Hey guys, today we are going to speak about our ELTS. സ്പീക്കിംഗ് പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ് ELTSൽ. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ 4 പ്രധാനപ്പെട്ട മൊഡ്യൂളുകളാണ് ELTSലുള്ളത്. LSRW, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് ഏരിയയാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. എല്ലാം സ്കിൽ ബേസ്ഡ് ആണ് ELTSനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം വേണ്ട ഒരു ഏരിയ കൂടെയാണ്. ബിക്കോസ് വി ആർ സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ എക്സാമിനർ. ഒരു ഇന്റർവ്യൂ മോഡിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. അതിന് പ്രധാനമായിട്ടും 3 പാർട്ടുകളാണുള്ളത്. പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ പ്രധാനമായിട്ടും. ഫാമിലി, പേഴ്സണൽ, പ്രൊഫഷണൽ, അതേപോലെ തന്നെ കരിയർ, ചൈൽഡ്ഹുഡ് ഡേയ്സ്, ഇൻട്രസ്റ്റിംഗ് തിങ്സ്, ഹോബീസ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും ചോദ്യമായിട്ട് വരുന്നത്. ഒരു വേർഡ് കൊണ്ടോ അല്ലെങ്കിൽ 1-2 വേർഡ് കൊണ്ടോ ഒന്നും മറുപടി പറഞ്ഞാൽ പോരാ. അതിന് യു ഹാവ് ടു പെർഫോം ഇൻ ഫ്രണ്ട് ഓഫ് ദ എക്സാമിനർ. സോ അവിടെ നമുക്ക് മറുപടി പറയുന്ന സമയത്ത് 1-2 സെന്റൻസിലായിരിക്കണം നമ്മൾ മറുപടി പറയേണ്ടത്. സോ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്തഫ എന്നും പറഞ്ഞുകൊണ്ട് മാത്രം നിന്നാൽ പോരാ. ആക്ച്വലി ദേ ആർ ചെക്കിംഗ് നോട്ട് ഓൺലി യുവർ പ്രസന്റേഷൻ, ഇൻസ്റ്റെഡ് ദേ ആർ ചെക്കിംഗ് യുവർ ദേ ആർ വെരിഫൈങ് യുവർ ഡാറ്റാസ് ടു. അതും ഉണ്ട് ഇതിനകത്ത്. സോ പേര് പറയുന്ന സമയത്ത് പാസ്പോർട്ടിലുള്ള പേരാണ്, പാസ്പോർട്ടിൽ എങ്ങനെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ പേരാണ് നമ്മൾ പറയേണ്ടത്. സോ മൈ നെയിം ഈസ് മുസ്തഫ മുത്തങ്ങയിൽ ഖാലിദ് ആൻഡ് യു കൻ കോൾ മീ മുസ്തഫ. ഇങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടതായിട്ട് വരുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ക്യൂ കാർഡ് പ്രസൻറ്റേഷനാണ്. ക്യൂ കാർഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക് നമുക്ക് തരും. ആ ടോപ്പിക്കിൽ 1 മിനിറ്റ് നമുക്ക് പ്രിപ്പറേഷൻ ടൈമുണ്ട്. ആ പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞാൽ പിന്നീടുള്ള 1 മുതൽ 2 മിനിറ്റ് വരെയുള്ള ടൈമിൽ നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. വളരെ ഫെമിലിയർ ആയിരിക്കുന്ന ടോപ്പിക്കാണ്, സിറ്റുവേഷനാണ് ആ ടോപ്പിക്കിൽ ക്രമം ചെയ്തിട്ടുണ്ടാവുക. അതിന് വളരെ ഫ്ലുവൻ്റ് ആയിട്ട്, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സംസാരിക്കണം. ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് അല്ല. നമ്മളിതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിൽ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ക്ലിയർലി സംസാരിക്കുക എന്നുള്ളതാണ്. സ്ലോ ആയാലും കുഴപ്പമൊന്നുമില്ല, ബട്ട് ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. ആൻഡ് ലോങ് പോസ്, അൺആർട്ടിക്കുലേറ്റഡ് സൗണ്ട്, ഇങ്ങനത്തെ ശബ്ദങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ലോങ് പോസ് ഉണ്ടാവാൻ പാടില്ല, ബ്രേക്സ് ഉണ്ടാവാൻ പാടില്ല. അറിയാതെ നമ്മൾ ബോഡി ലാംഗ്വേജ്, അങ്ങനത്തെ ടെർമിനോളജിയൊന്നും അവിടെ തീരെ ഉണ്ടാവാൻ പാടില്ല. ഈ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു ക്യൂ കാർഡിനെ 2 മിനിറ്റ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് സ്പീക്കിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിസ്കസ് മൂഡിലാണ് ഈ ചോദ്യം ഉണ്ടാകുക. അധികവുമായി വരുന്നത് വൈ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ വൈ ക്വസ്റ്റ്യനെ നേരിടുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസിൽ ഈ വൈ ക്വസ്റ്റ്യൻ നമ്മൾ നേരിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്യൂ കാർഡും അതേപോലെ തന്നെ ഇൻട്രോഡക്ടറി സെക്ഷനൊക്കെ വളരെ എളുപ്പമായിരിക്കും. വൈ പീപ്പിൾ ആർ വെരി ബിസി നവഡേയ്സ്, വൈ പീപ്പിൾ ആർ എൻജോയിങ് പാർട്ടീസ് നവഡേയ്സ്, why it is important to have celebration at home. ഇങ്ങനെയുള്ള വൈ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. വളരെ ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റീസണിങ്ങും വളരെ തന്ത്രപരമായിട്ട് നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റും. തമാശയായിട്ട് പറയാൻ പറ്റും, അതൊന്നും വിഷയമല്ല. വളരെ കൂളായിട്ട് നമ്മൾ എക്സാമിനറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് ഇതിനകത്ത് വേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആണ്. അസസ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 4 പ്രധാനപ്പെട്ട പില്ലേഴ്സാണ് ഈ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നത്. അസസ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അളവുകോല്. ഒന്നുകൂടെ വ്യക്തമായി പറയുവാണെങ്കിൽ നിങ്ങളുടെ സ്പീക്കിംഗ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ടാണ് എക്സാമിനർ വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ നമ്മുടെ സ്പീക്കിങ്ങിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എല്ലാ ELTS ആസ്പിറൻസും ഈ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് നടത്തേണ്ടത്. അതല്ലാതെ നമ്മൾ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ആ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയുടെ ബൗണ്ടറിയിൽ നമ്മുടെ സ്പീക്കിംഗ് എത്തിയിട്ടില്ല എങ്കിൽ ദാറ്റ് ഈസ് എ ചാൻസസ് ഓഫ് റിഡക്ഷൻ ഇൻ യുവർ മാർക്ക് സ്കോർസ്.
അത് വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നാമത്തത് ഫ്ലുവൻസി ആൻഡ് കൊഹറൻസ് ആണ്. ഫ്ലുവൻസി ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലുവൻസി എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ സംസാരിക്കുന്നത് വളരെ വ്യക്തത ഉണ്ടായിരിക്കുക, പോസ് ഇല്ലാതിരിക്കുക. അതാണ് ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇറ്റ് ഷുഡ് ബി ഫ്ലോയിങ് ലൈക്ക് എ റിവർ. നമ്മുടെ സംസാരങ്ങളൊക്കെ തന്നെ നല്ല ഫ്ലോ ആയിരിക്കണം, എവിടെയും തടസ്സങ്ങളില്ലാതെ, ബ്ലോക്ക് ഇല്ലാതെ, ബ്രേക്ക് ഇല്ലാതെ, അങ്ങനെ ഒരു ഈസി ആവുക എന്നുള്ളതാണ്. ഒരു നാച്ചുറൽ ഫ്ലോ ആണ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരേണ്ടത്. ദാറ്റ്സ് ഫ്ലുവൻസി. രണ്ടാമത് കോഹറൻസ് ആണ്. കണക്റ്റഡ് ആയിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന ഓരോ സെൻറ്റൻസും ഓരോ സിറ്റുവേഷൻസും പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം. ഓരോ പാരഗ്രാഫ്സുകളും കണക്റ്റഡ് ആയിരിക്കുക, ഓരോ സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് കൊഹറൻസ് എന്ന് പറയുന്നത്. കൊഹറൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കൺജങ്ഷൻസ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് കൂടുതലായി പറയുന്നത് കൊണ്ട് ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ അത് തെറ്റായ നടപടിയാണ്. ആവശ്യത്തിന് മതി കൺജങ്ഷൻസും അതേപോലെ ലിങ്കിങ് വേർഡ്സും കണക്ടേഴ്സും ഒക്കെ നമ്മുടെ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം നമ്മൾ ചെയ്യേണ്ട ഒരു ശൈലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആയിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചായിട്ട് നമ്മൾ സംസാരിക്കാനുള്ള, ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് നമ്മൾ സംസാരിക്കാനുള്ള ഒരു ശീലം നമ്മൾ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്കിൽ നമുക്ക് കോഹറൻസ് ഒരു പരിധിവരെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇടത്തൊക്കെ കൺജങ്ഷൻസും ലിങ്കിങ് വേർഡ്സും കണക്ടേഴ്സും ഒക്കെ ആഡ് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ സ്പീക്കിങ്ങിൽ ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ല. അത് നമുക്ക് സ്കോർ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണമായി തീരുകയും കൂടി ചെയ്യും. രണ്ടാമത് പറയുന്നത് ലെക്സിക്കൽ റിസോഴ്സ് ആണ്. വൊക്കാബുലറി റിസോഴ്സ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറി അഥവാ മറ്റുള്ളവർക്ക് ഒരു ക്ലാരിറ്റി തരാൻ പറ്റാത്ത രൂപത്തിലുള്ള വൊക്കാബുലറിയേക്കാളിലും അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൈസൽ വേർഡ്സുകൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാംഗ്വേജിനെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഓൺ മൈ വേ ടു ഓഫീസ് ഐ സോ മെനി പീപ്പിൾ എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. ഓൺ മൈ വേ ടു ഓഫീസ് ഐ സോ മെനി പീപ്പിൾ എന്ന് പറയാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓൺ മൈ വേ ടു ഓഫീസ്, ഓൺ ദ വേ ടു ഓഫീസ് I come across many people. I am going out to drink a cup of coffee. എന്ന് പറയുന്നതിനപ്പുറം I am stepping out to sip a cup of coffee. ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഫ്രൈസൽ വേർഡ്സ് ആഡ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ആ സെൻറ്റൻസ് തന്നെ കേൾക്കാൻ അല്പം കൂടെ ഭംഗിയുണ്ടാകും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് ഒരു സ്വീകാര്യത ഉള്ള ഒരു ക്വാളിറ്റി പ്രസൻറ്റേഷനും കൂടെ ആകും. വൊക്കാബുലറിയെ കൊണ്ട്, ലെക്സിക്കൽ റിസോഴ്സിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൈസൽ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക. റിയൽ ആക്യുറസി, യഥാർത്ഥത്തിലുള്ള വേർഡായിരിക്കും. ചായ കുടിക്കുക, നമ്മളെല്ലാത്തിനും ചായ കുടിക്കുക, ജ്യൂസ് കുടിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറയും. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ചായ കുടിക്കുന്നതിന് സിപ്പിംഗ് എ കപ്പ് ഓഫ് ടീ. സിപ്പ് മീൻസ് എ കൈൻഡ് ഓഫ് എൻജോയ്മെൻറ്റ് വൈൽ യു ഹാവിങ് ഇറ്റ്. അതാണ് സിപ്പ് എ കപ്പ് ഓഫ് കോഫി എന്ന് പറയുന്നത്. എന്നാൽ വെള്ളം കുടിക്കുന്നത് പോലെ അല്ല സിപ്പ് എന്ന് പറയുന്നത്. വെള്ളം കുടിക്കുന്നതിന് നമുക്ക് ഡ്രിങ്ക് എന്ന് പറയാം, ഗൾപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റു ചില വാക്കുകളും പറയാനുണ്ട്. എന്നാൽ ഇവിടെ എൻജോയ് ചെയ്ത് കുടിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്കതിനെ സിപ്പ് എ കപ്പ് ഓഫ് കോഫി എന്ന് തന്നെ ആയിരിക്കണം പറയേണ്ടത്. ഇതാണ് ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഫ്രൈസൽ വേർഡ്സ്, അതേപോലെ തന്നെ റെഗുലർ യൂസേജസ് അല്ലെങ്കിൽ കൊളോക്കേഷൻസ് എന്നും അതിനെ പറയും. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലാംഗ്വേജിനെ ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. ലെക്സിക്കൽ റിസോഴ്സ് മീൻസ് ഫ്രൈസൽ വേർഡ്സ് ആണ്, ക്വാളിറ്റി വെക്കാബുലറിയാണ്. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും കൂടെ വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇനി വരുന്നത് ഗ്രാമറിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസിയാണ്. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവാനേ പാടില്ല. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല ELTS സ്പീക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് റൈറ്റിങ്ങിലും അങ്ങനെ തന്നെയാണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലെജിറ്റമാറ്റിക് ആണ്. അതൊരു റെക്കോർഡാണ്. റെക്കോർഡിൽ ഒരിക്കലും തന്നെ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല.
എന്നാൽ സ്പീക്കിങ്ങിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരിക്കലും തന്നെ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ വരാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. നമുക്കൊരിക്കലും തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഗ്രാമറിക്കൽ പാർട്ടിലേക്ക് നിങ്ങൾ കടക്കണമെന്നില്ല. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഈ രൂപത്തിലുള്ള സെന്റൻസ് പാറ്റേൺസും മാത്രം മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി വെക്കാൻ നമുക്ക് സാധിച്ചാൽ മതി. നമ്മളിതൊക്കെ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇത് വളരെ എളുപ്പമാണെന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അത്ര എളുപ്പമല്ല. ഏറ്റവും കൂടുതൽ ഗ്രാമറിക്കൽ റൂൾസ് വിളയാടുന്നത് ഈ സിമ്പിൾ ടെൻസും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ പ്രസന്റും സിമ്പിൾ ഫ്യൂച്ചറിലും ആണ് എന്നുള്ളതും കൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സിമ്പിൾ ആയിട്ടുള്ള ടെൻസുകളുടെ റൂൾസുകൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ റൂൾസുകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ അധികം സങ്കീർണമായ ഒരു സബ്ജക്റ്റ് തന്നെയാണ് സിമ്പിൾ പ്രസൻറ്റും. പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്നൊക്കെയാണ് പറയുക, എങ്കിൽ പോലും അത് ഇച്ചിരി കടുപ്പമുള്ളതാണ്. നല്ലപോലെ റെഫർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് അതിന് കൂടെ തന്നെ വരുന്നതാണ് ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ച്വേഷൻ മാർക്ക് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല. പങ്ക്ച്വേഷൻ മാർക്ക്, അതേപോലെ തന്നെ കുത്തു, കോമ, അതിലൊന്നും വലിയ പ്രാധാന്യം മലയാള ഭാഷയിൽ നമുക്ക് അത്ര കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ ഇംഗ്ലീഷിൽ എ കൊമ മീൻസ് മെനി തിങ്സ് ഹിഡൻ ഓവർ ദ. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എഴുത്തിൽ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ സ്പീക്കിങ്ങിലും നമുക്ക് ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ്റെ ടൂണ് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത് എങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻസിലൂടെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. എക്സ്പ്രഷൻസ് ആണ് നമ്മൾ പറയുന്നത് എങ്കിൽ ആ എക്സ്പ്രഷൻസ് എക്സ്ക്ലൈം ചെയ്തുകൊണ്ട് ഉള്ള ഒരു ശൈലി, ഒരു ടോണ്, ഒരു ഇൻറ്റോണേഷൻ, സ്ട്രെസ്, ഒരു മൊഡ്യൂലാരിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആക്യുറസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതായിട്ട് വരുന്നത് പ്രൊനൗൺസിയേഷനാണ്. മുമ്പേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് ആക്സെൻറ്റ് മാത്രമാണ്. പലരും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ആക്സെൻറ്റ് മാത്രമല്ല, മറിച്ച് ആക്സെൻറ്റിൻ്റെ കൂടെ തന്നെ ഇൻറ്റോണേഷനും സ്ട്രെസ്സും കൂടെ ചേരണം. അപ്പോഴാണ് പ്രൊനൗൺസിയേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ഈസ് ഈക്വൽ ടു ആക്സെൻറ്റ്, ഇൻറ്റോണേഷൻ, സ്ട്രെസ്. ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം ഉച്ചാരണമാണെന്നുള്ളത്. ഇൻറ്റോണേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടോൺ. ഇംഗ്ലീഷിലൊരു ടോൺ ഉണ്ട്. മലയാളത്തിൻ്റെ ടോൺ പോലെയല്ല ഇംഗ്ലീഷിൻ്റെ ടോൺ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൻ്റെ ടോൺ എല്ലാം ക്ലിയർ ആയിരിക്കും. സ്ട്രെസ്സായിട്ട് പറയേണ്ട കാര്യങ്ങളിലൊക്കെ തന്നെ അമിതമായ ഒരു എയർ പോസ്ചർ ചെയ്തുകൊണ്ട്, വോക്കൽസ് പോസ്ചർ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരു ശൈലി ഉണ്ട് സ്ട്രെസ് വരുന്ന സമയത്ത്. ഇൻറ്റോണേഷനും അങ്ങനെ തന്നെയാണ്. ഒരു ടോണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ആ ടോണും കൂടെ ഇൻറ്റോണേഷൻ വരുമ്പോൾ തന്നെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ഇൻറ്റോണേഷൻ, ഒരു ടോൺ ക്രിയേറ്റ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ആ സ്ട്രെസ്സിനാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സ്ട്രെസ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, എങ്കിൽ ഒരിക്കൽ കൂടെ പറയുവാണ്. ക്ക് എന്ന് പറയുന്ന ശബ്ദം തീർച്ചയായിട്ടും അധികമായിട്ടുള്ള എക്സ്പോഷർ, എയർ എക്സ്പോഷർ കൂടുതലായിട്ട് വരേണ്ട ഒരു ഏരിയ കൂടെയാണ്. അത് നമ്മൾ ഉറക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ആർ ശബ്ദമാണ്. ഴ ശബ്ദത്തിലാണ് ആർ എപ്പോഴും നമ്മൾ പറയേണ്ടത്. ഒറിജിനൽ, ഒറിഗാമി, പിന്നെന്താണ് റോസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞ്. അതൊരു ബേസിക്കായ ഒരു ഇതാണ്. അതങ്ങനെ പറഞ്ഞ് ശീലിക്കുക, ബോധപൂർവം അങ്ങനെ ശീലിക്കുന്ന ഒരു ശൈലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ വരുന്നതാണ് ലാ ശബ്ദം. ലാ ശബ്ദം തുടക്കത്തിൽ ലാ ആയിട്ട് തന്നെ പറയാൻ നോക്കുക. ലാ എന്ന് പറയുന്നത് നാവിൻ്റെ പലേറ്റ്സിൻ്റെ, നമ്മുടെ നാവ് പലേറ്റ്സിൻ്റെ മുകളിൽ ലാ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെ തന്നെ ടച്ച് ചെയ്യണം. പക്ഷെ അവിടെ ഒരു എയർ ഒന്ന് ബൗണ്ട് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലാ എന്ന് പറയുന്ന ശബ്ദം കേൾക്കും. ലാ. കെൻ ഹിയർ മീ? ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റും എന്നുള്ളത്. വോളിയം ഒന്നുകൂടെ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് വോളിയം കയറ്റി വെച്ച് കഴിഞ്ഞാൽ ലാ, ലാ, ലാംഗ്വേജ്, ലാഫ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കൂടുതലായിട്ട്. ഇതിനെ ഡാർക്ക് ല എന്നാണ് പറയുക. പിന്നെ ലൈറ്റ് ല് ഉണ്ട്. അത് മധ്യഭാഗത്തിൽ എല്ല് സിംഗിൾ ആയിട്ട് വരുന്ന സമയത്താണ് ല് എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കേണ്ടത്. അവിടെ 2 എല്ലാണ് വരുന്നത് എങ്കിൽ, വേർഡിന്റെ മധ്യഭാഗത്ത് 2 എല്ലാണ് വരുന്നത് എങ്കിൽ അവിടെയും നമ്മൾ ല ശബ്ദമാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു 3 ബേസിക് പ്രൊനൗൺസിയേഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണ് എങ്കിൽ ഇംഗ്ലീഷിനെ ഒരു പരിധിവരെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നാച്ചുറലി നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ
പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലെ അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിലൊരു മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള പ്രോഗ്രസീവ് തിങ്സുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിലൊന്നാണ് നമ്മുടെ തിങ്കിങ് പാറ്റേൺ മാറും എന്നുള്ളത്. നമ്മൾ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തിങ്കിങ് പാറ്റേൺ മസ്റ്റ് ബി ചേഞ്ച്ഡ്. അത് തീർച്ചയായിട്ടും മാറിയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്. ആ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്രെയിൻ അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു വഴിദൂരം കൂടെ അവിടെയുണ്ട്. അത് മറച്ചു വെക്കാനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുന്നത്. ഇംഗ്ലീഷ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷിലാവുക എന്നുള്ളതാണ്. ഇൻടോണേഷൻ, സ്ട്രെസ്, ആക്സെന്റ് എല്ലാം സായിപ്പന്മാർ പറയുന്ന രൂപത്തിലേക്കാകുന്ന സമയത്ത് വി വിൽ ബി ഏബിൾ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അതാണ് കാര്യം. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. രണ്ടാമത് ഫ്ലുവൻസി അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നേരത്തെ നമ്മൾ ചിന്തിച്ചിരുന്നതൊക്കെ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ട്രാൻസ്ലേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അവിടെ ഇല്ലാതെയാവുകയാണ്. അങ്ങനെ ഇല്ലാതെയാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളെ ചിന്ത അടുത്ത വേർഡിലേക്കും അടുത്ത ഐഡിയയിലേക്കും ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു അവസ്ഥ കൂടെ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളവിടെ ലാഗിങ് വരുന്നില്ല, പോസ് വരുന്നില്ല, അതേപോലെ തന്നെ ഒരു ലോങ് റാപ്പിംഗ് സിസ്റ്റം അവിടെ ഉണ്ടാകുന്നില്ല, അൺആർട്ടിക്കുലേറ്റഡ് ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. മേലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരുപാട് ചിന്തിച്ച് അവിടെ ഒരു പോസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജിന്റെ ഫ്ലുവൻസി വല്ലാണ്ട് മടുപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മളാവുന്നില്ല. വി വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ലൈക്ക് എ ഫ്ലോ. ഒരേ സ്വരത്തിൽ ഇങ്ങനെ ഈസി ആക്കി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും ഇഫ് യു ആർ തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഈ 2-3 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് നമ്മൾ വൈൽ യു ഇമിറ്റേറ്റ് ദ ലാംഗ്വേജ് സ്റ്റൈൽ ഓഫ് ആൻ ഇംഗ്ലീഷ് മാൻ എന്ന് പറയുന്നത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ അഥവാ ഈ അസസ്മെന്റ് ക്രൈറ്റീരിയകളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് 4 അസസ്മെന്റ് ക്രൈറ്റീരിയകൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഉള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് സ്പീക്കിങ്ങിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഥവാ സ്പീക്കിംഗ് എന്ന് പറയുന്നത് 3 പാർട്ടുകളാണ്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക് ആയിരിക്കും. പാർട്ട് 2 എന്ന് പറയുന്നത് പിന്നെ ഒരു ക്യൂ കാർഡ് പ്രസന്റേഷൻ ആയിരിക്കും. ഒരു ക്യൂ കാർഡ് അവർ തരും, ക്വസ്റ്റ്യൻ കാർഡ് അവർ തരും. ആ ക്വസ്റ്റ്യൻ കാർഡിനെ അധികരിച്ചുകൊണ്ട് നമ്മൾ അല്പനേരം സംസാരിക്കുക, 1-2 മിനിറ്റ് സംസാരിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ടത്. 3ാമത് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാം. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞത് ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടെയാണ്. ഒരു എക്സാമിനറിന്റെ മുമ്പിൽ, ഒരു അപരിചിതന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചില കോംപ്ലക്സുകൾ, ചില ഹെസിറ്റേഷൻസുകൾ, ചില ഫിയറുകൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിനർ തന്നെ നമ്മളെ കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ്, നാമുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അത് ചിലപ്പോൾ വീടിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയെ കുറിച്ചോ, ഫുഡിനെ കുറിച്ചോ, ലാംഗ്വേജിനെ കുറിച്ചോ, അക്കോമഡേഷനെ കുറിച്ചോ, ഹോബീസ്, ലെഷർ ആക്ടിവിറ്റീസിനെ കുറിച്ചോ, ഡെയിലി റൂട്ടീൻസിനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയെക്കുറിച്ചോ, നമ്മളെ മുന്നേ പഠനകാലങ്ങളെക്കുറിച്ചോ ഒക്കെ, ചൈൽഡ്ഹുഡിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കാം. നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ അതിൽ കാണാതെ പഠിച്ച് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. വി ക്യാൻ ഈസിലി ഏബിൾ ടു ടോക്ക് അബൌട്ട് ദീസ് ക്വസ്റ്റ്യൻസ്. അപ്പം ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഒറ്റ വേർഡിൽ നമ്മൾ മറുപടി പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ മറുപടി പറയുമ്പോൾ കൃത്യമായ സെൻറ്റൻസിൽ 1-2 സെൻറ്റൻസിൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. എല്ലാവരും നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്നത്. ക്യാൻ യു സേ യുവർ നെയിം എന്ന് കേൾക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സർനെയിമോ അല്ലെങ്കിൽ മെയിൻ നെയിംസോ മാത്രം പറഞ്ഞാൽ പോരാ, മറിച്ച് പാസ്പോർട്ടിൽ എങ്ങനെയാണോ നമ്മൾ പേരുള്ളത് ആ പേര് പറയുക എന്നുള്ളതാണ്. അതൊരു നമ്മൾ ഐഡന്റിറ്റി വെരിഫിക്കേഷനും കൂടെയാണ് അതിനകത്ത് നടക്കുന്നത് കേട്ടോ. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ചോദിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ചാൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത് കേട്ടോ.
OET-ലും അങ്ങനെ തന്നെയാണ്, ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്. OET-നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാർട്ട് എക്സാമിനേഷന്റെ പാർട്ട് അല്ല. എന്നാൽ IELTS-നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാർട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എക്സാമിനേഷൻ. അത് നമ്മളെ നമ്മൾ സംസാരിക്കുന്ന വിധം, എല്ലാ കാര്യങ്ങളും, ബിഹേവിയർ, പോസ്ചർ എല്ലാം അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇതാണ് പാർട്ട് നമ്പർ 1. പാർട്ട് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്യൂ കാർഡ് പ്രസന്റേഷൻ ആണ്. ക്യൂ കാർഡ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരും, ഡിസ്ക്രൈബ് യുവർ ഫേവറേറ്റ് ഫ്ലവർ. അതിന് ചാരി തന്നെ കുറേ സബ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. What is it? Where it grown from? What are the activities you do with it? Why this flower is most important for you? ഇങ്ങനെയുള്ള ഒരു സബ് ക്വസ്റ്റ്യൻസും വരും. നിങ്ങൾക്ക് അതിൽ സംസാരിക്കാനുള്ള ക്ലൂ കൂടെ, എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലൂ കൂടെ അതിനകത്ത് തരുന്നുണ്ട്, ആ ക്വസ്റ്റ്യനകത്ത് തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ യഥേഷ്ടം ഉണ്ട് അവിടെ വിഷയം. പക്ഷെ നമ്മൾ വെപ്രാളം കൊണ്ടോ പേടി കൊണ്ടോ ഹെസിറ്റേഷൻ കൊണ്ടോ ബേജാറ് കൊണ്ടോ ഒക്കെ നമ്മളത് പെട്ടെന്ന് ആശയം ചോർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിൽ പ്രസന്റ് ചെയ്യാൻ കാര്യമായിട്ട് വേണ്ടത് നമ്മൾ ഒരു ഡീപ്പ് ബ്രത്ത് എടുത്തിട്ട് റിലാക്സ് ആവുക എന്നുള്ളതാണ്. റിലാക്സേഷൻ ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ്ഡ് മൈൻഡ് ക്യാൻ നെവർ അക്സെപ്റ്റ് ഐഡിയാസ്. നമ്മൾ വെപ്രാളപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ ക്യൂ കാർഡിനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയൂല. അത് നമ്മൾ മനസ്സിലാക്കണം. വെപ്രാളം ഇല്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ഡീപ്പായിട്ടുള്ളൊരു പ്രാക്ടീസിന് ശേഷം നമ്മൾ ഡീപ്പായിട്ടുള്ളൊരു ബ്രെത്ത് എടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേ ഒരു 2 മിനിറ്റ് നേരമാണ് ഇതിനകത്ത് നമ്മൾ സംസാരിക്കേണ്ടത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഇതിൽ വരുന്ന 3ാമത്തെ പ്രധാനപ്പെട്ട പാർട്ടാണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് പൊതുവെ ക്യൂ കാർഡിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആവാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ 2022 ശേഷമായിട്ട് നമുക്ക് അതിൻ്റെ പുതിയ ഒരു ചേഞ്ചസ് പ്രകാരം പുറമേ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അഥവാ ക്യൂ കാർഡിന് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനേക്കാൾ അപ്പുറം ചിലപ്പം എക്സാമിന് താല്പര്യപ്പെടുന്ന വേറെ ചില ടോപ്പിക്കുകളിൽ നിന്നും അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഒന്ന് മാത്രമല്ല, ചിലപ്പോൾ 2-3 ടോപ്പിക്കിൽ നിന്നൊക്കെ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നു എന്ന രൂപത്തിലല്ല നമ്മൾ മറുപടി പറയേണ്ടത്. മറിച്ച് ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരു ഡിസ്കഷൻ മൂഡിലായിരിക്കണം നമ്മൾ മറുപടി പറയേണ്ടത്. പ്രധാനമായിട്ടും 7 തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. ഒന്ന് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ ആണ്. ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സജഷൻസ് പറയുക എന്നുള്ളതാണ്. സജഷൻസ് പറയുന്ന സമയത്ത് 2 രൂപത്തിലുള്ള സജഷൻസ് ആണ്. അഷ്യൂർഡ് സജഷൻ ഉണ്ട്, അതേപോലെ തന്നെ റീഅഷ്യൂർഡ് സജഷൻ ഉണ്ട്. അഷ്യൂർഡ് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സജഷൻ പറയുമ്പോൾ പോസിറ്റീവായിട്ട് പറയാം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കും. ഇഫ് ദ ഗവൺമെന്റ് സപ്പോർട്ട് ടു പ്ലാന്റ് ദ ട്രീസ് ഇൻ ദ ഷെയ്ഡ്സ് ഓഫ് ദ റോഡ്, ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബെനിഫിറ്റ് ഫോർ ദ യങ് ജനറേഷൻ. ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സജഷനാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഒരു അഷ്യൂർഡ് സജഷൻ എന്ന് പറയാൻ പറ്റും. ഇനി റീഅഷ്യൂർഡ് ഉണ്ട്, കരുതലുകൾ ആവശ്യമുള്ള സജഷൻസും ഉണ്ട്. അതിനെ നെഗറ്റീവായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ പോലും അത് നെഗറ്റീവ് അല്ല, മറിച്ച് ഒരു കരുതലുകൾ, സീരിയസ്നെസ് കൂടുതലാണ് ഇതിനകത്ത് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റീഅഷ്യൂർഡ് എന്ന് പറയുന്നത്. ഇഫ് ദ ഗവൺമെന്റ് ഇസ് നോട്ട് സപ്പോർട്ടിങ് പ്ലാന്റിങ് ട്രീസ് ഇൻ ദ സൈഡ് ഓഫ് ദ റോഡ്, ഡെഫിനറ്റ്ലി ദ അപ്കമിങ് ജനറേഷൻ വിൽ സഫർ എ ലോട്ട്. വരും തലമുറകൾക്ക് വലിയ തോതിൽ ബാധിപ്പുണ്ടാക്കും ഇനി ഈ ഗവൺമെന്റ് നമുക്ക് വേണ്ട വിധത്തിലുള്ള റോഡിൻ്റെ അരികിൽ മരം നടാനുള്ള വേണ്ട വിധത്തിലുള്ള സഹകരണങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ വിപത്തുണ്ടാക്കും, ചെയ്താൽ അത് വലിയ സ്വാന്തനമായിരിക്കും. അപ്പോൾ ചെയ്താൽ വലിയ സ്വാതന്ത്ര്യമായിരിക്കും എന്ന് പറയുന്നത് അഷ്യൂർഡ് ആയിട്ടുള്ള സജഷനാണ്. ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിരിക്കും എന്ന് പറയുന്നത് അത് ഒരു റീഅഷ്യൂർഡ്, അത് കരുതലുകൾ ആവശ്യമുള്ള സജഷൻ കൂടെയാണ്. അപ്പം ഈ 2 രൂപത്തിലാണ് നമ്മൾ സജഷൻസ്, ഒപ്പീനിയൻസ് പറയേണ്ടത്. പിന്നെ വരുന്നത് ഇവാലുവേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾ എങ്ങനെ അതിനെ വിലയിരുത്തുന്നത്, അതും ഒരു ഒപ്പീനിയൻ രൂപത്തിൽ തന്നെയാണ് നമ്മൾ വരുന്നത്. പിന്നെ വരുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത 2 വർഷം കഴിഞ്ഞാൽ ടെക്നോളജിയുടെ അവസ്ഥ എന്താ, അല്ലെങ്കിൽ അടുത്ത 200 വർഷം ആകുമ്പോഴേക്ക് ടെക്നോളജി എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക,
എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതിന് കോസ് ആൻഡ് എഫക്റ്റ് വരാറുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിങ്ങളൊരു പ്രധാനമന്ത്രി ആവുകയാണ് എങ്കിൽ ഈ രാജ്യത്തിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്രസീവ് ആയിട്ട് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഗ്രാമർ മിസ്റ്റേക്ക്, ആക്യുറസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഫ്ലുവൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ലെക്സിക്കൽ റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, കൃത്യമായ ഫ്ലുവൻസി കൊഹറൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കണം നമ്മൾ ഇതിനൊക്കെ പ്രസന്റ് ചെയ്യേണ്ടത്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തള്ളി മറിക്കാവുന്ന ഓപ്ഷൻ തന്നെയാണ് ഈ ക്യൂ കാർഡ് പ്രസന്റേഷൻ ആണെങ്കിലും ശരി, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്ന 6ാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കമ്പാരിങ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ടൈപ്പ് വരാറുണ്ട്. അതേപോലെ തന്നെ പാസ്റ്റ്, എങ്ങനെയായിരുന്നു 200 വർഷം മുമ്പ് ആളുകൾ ടെക്നോളജി ഇല്ലാതെ ജീവിച്ചിരുന്നത്. How the people when 200 years ago lived without using such technology. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് സാങ്കല്പികമായിട്ടോ ഒക്കെ അല്ലെങ്കിൽ തള്ളി മറിച്ചിട്ടൊക്കെ നമുക്ക് മറുപടി പറയാവുന്ന ഒരു ശൈലി കൂടെയാണ് സ്പീക്കിങ്ങിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫാക്ച്വൽ ഇൻഫർമേഷൻ ഒരു പ്രാധാന്യമില്ല, മറിച്ച് നിങ്ങളുടെ സംസാരത്തിൽ എത്രത്തോളം ഈ അസസ്മെന്റ് ക്രൈറ്റീരിയകൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മാർക്സും കിട്ടുന്നത്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഒട്ടുമിക്ക ഈ ക്ലാസ്സിൽ മൊത്തം പറഞ്ഞത് ഒന്ന് സ്പീക്കിങ്ങിൻ്റെ അസസ്മെന്റ് ക്രൈറ്റീരിയയാണ്. ഫ്ലുവൻസി, കൊഹറൻസ്, ലെക്സിക്കൽ റിസോഴ്സ്. പിന്നെന്താണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാ, ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണുകയും ചെയ്യുക, എല്ലാവർക്കും ഒന്ന് പഠിക്കുകയും ചെയ്യാമല്ലോ. നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ മറ്റുള്ളവർക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത് ഫ്ലുവൻസി കൊഹറൻസ് ആണ്, രണ്ടാമത്തത് ലെക്സിക്കൽ റിസോഴ്സ് ആണ്, മൂന്നാമത്തത് ഗ്രാമറിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി ആണ്, നാലാമത്തത് പ്രൊനൗൺസിയേഷൻ ആണ്. ഇത് മൂന്നും നല്ലപോലെ ഇത് നാലും നല്ലപോലെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് വന്നത് സ്പീക്കിങ്ങിന്റെ 3 പാർട്ടുകളാണ്. പാർട്ട് 1 ഇൻട്രൊഡക്ടറി പാർട്ട്, പാർട്ട് 2 ക്യൂ കാർഡ് പ്രസന്റേഷൻ, പാർട്ട് 3 ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന 7 തരത്തിലുള്ള ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുണ്ട്. ഒന്നാമത്തത് ഒപ്പീനിയൻ, ഇവാലുവേഷൻ, ഫ്യൂച്ചറിസ്റ്റിക് ക്വസ്റ്റ്യൻ, കോസ് ആൻഡ് എഫക്റ്റ്, പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റ്, പിന്നെ പാസ്റ്റ് ഈവൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ പഠിച്ചത്. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിന് നല്ല ഒരു ഉപകാരം എനിക്കും ചെയ്തു തരണം. Just commenting or liking as well subscribing my channel. Thank you so much.